ഏറെ വൈകാതെ രണ്ടാം ഘട്ട ചർച്ചയുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാൻ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ഇറാന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് അസീം മുനീർ ഇപ്പോൾ ടെഹ്റാനിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് പാകിസ്ഥാനി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റിയാദിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ട്രംപ് ലോക നേതാക്കളെയൊക്കെ ടെലിഫോണിൽ വിളിച്ച് ചർച്ച നടത്തുന്നു. ട്രംപ് ഫോണിൽ വിളിച്ച് ദീർഘമായി സംസാരിച്ച 2 ലോകരാഷ്ട്രത്തലവന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമാണ്. ഈ 2 പേരുമായും ട്രംപ് ദീർഘനേരം സംസാരിക്കുകയും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഏറെ വൈകാതെ പറക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ട്രംപിന് യുദ്ധം തനി അവസാനിപ്പിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകപ്പാടെ ട്രംപിനെ ഇറാനുമായി ചർച്ച നടത്താനുള്ള ഏക ഉപാധി പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈനിക തലവനെയും ട്രംപ് ഉപയോഗിക്കുന്നു. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കൻ താല്പര്യങ്ങളുടെ ഉപഗ്രഹം മാത്രമായതുകൊണ്ട് ഇറാൻ പാകിസ്ഥാനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇറാനുമായി ബന്ധമുള്ള വിശ്വാസ്യതയുള്ള രാഷ്ട്രത്തലവന്മാർ എന്ന നിലയിൽ മോദിയെയും ഷിയെയും ബന്ധപ്പെടാൻ ട്രംപ് തീരുമാനിച്ചത്.